ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലച്ചുവിന് അസുഖം വരുമ്പം സിദ്ധുവിൻ്റെ സ്നേഹവും കെയറിങ്ങും വേറെ ലെവൽ തന്നെയാണ്. പക്ഷേ ലച്ചുവിന് പറ്റിയിരിക്കുന്ന അസുഖം എന്ന് പറയുന്നത് ചിക്കൻ ബോക്സാണ്. ചിക്കൻ ബോക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പകരുന്ന ഒരു അസുഖമാണ്. കുറച്ച് ദിവസം റൂമിൽ ഒറ്റയ്ക്കിരിക്കേണ്ട അവസ്ഥയാണ്. ആ സമയത്താണെങ്കിൽ ലച്ചുവിനോട് അമിതമായിട്ടുള്ള സ്നേഹവും കെയറിങ്ങുമായിട്ട് നടക്കുവാണ് നമ്മുടെ സിദ്ധു. കഴുത്തിലൊരു കുരുപ്പ് കണ്ടിട്ട് നമ്മുടെ ലച്ചു ആണെങ്കിൽ മുത്തശ്ശിയെ വിളിച്ച് കാണിക്കുന്നുണ്ട്. മുത്തശ്ശി, എൻ്റെ കഴുത്തിൽ ഇതുപോലൊരു കുരുപ്പുണ്ട്, എന്താണെന്ന് നോക്ക്. ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നല്ലോ മോളെ എന്ന് മുത്തശ്ശി പറയുന്നതും കേശു പറയുന്നു, പാറക്കുട്ടി ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോടി, അല്ലെങ്കിൽ എല്ലാവർക്കും ആകും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് ഓടിപ്പോകുന്നു. ലച്ചുവിനെ ഒറ്റയ്ക്ക് റൂമിലിട്ട് പൂട്ടുകയും ചെയ്യുന്നു. ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ മുത്തശ്ശിയും ആൻറ്റിയും കൂടെ ലച്ചുവിൻ്റെ റൂമിലേക്ക് വരുന്ന സമയത്ത് സിദ്ധു ചോദിക്കുന്നു, എന്തിനാ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നത്, എനിക്ക് കാണണം. അത് മോനെ ഇപ്പം കാണണ്ട, ലച്ചുവിൻ്റെ അസുഖമൊക്കെ മാറിയതിന് ശേഷം കണ്ടാൽ മതിയല്ലോ. എന്തായാലും നമ്മുടെ സിദ്ധു ആണെങ്കിൽ ആളുകളുടെ കണ്ണ് വെട്ടിച്ച് അകത്ത് കയറുമെന്ന് മനസ്സിലാക്കിയ കേശു ആണെങ്കിൽ റൂം പൂട്ടി താക്കോല് പുള്ളിക്കാരുടെ കയ്യിൽ വെച്ചേക്കുന്നു. ലച്ചുവും സിദ്ധുവും പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്നത്, ലച്ചു ആണെങ്കിൽ റൂമിനകത്തും സിദ്ധു ആണെങ്കിൽ റൂമിന് പുറത്ത്. എന്നെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നു എന്ന് ലച്ചു ചോദിക്കുമ്പം പിന്നെ ഇല്ലേ കാണണമെന്ന് ചോദിക്കുമ്പം സിദ്ധു പറയുന്നത്, പിന്നെ എനിക്ക് കാണണമെങ്കിൽ പുറത്ത് ജനലിൻ്റെ അടുത്തേക്ക് വരാൻ നമ്മുടെ ലച്ചു പറയുന്നത് പ്രകാരം സിദ്ധു ആണെങ്കിൽ പുറത്തേക്ക് പോകുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ കേശു സംശയത്തോടെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജനലിൻ്റെ ഡോറ് തുറക്കാൻ ഒരുങ്ങുന്ന സമയത്ത് കേശു ആണെങ്കിൽ ഒരു മൊന്ത എറിഞ്ഞിട്ട് പറയുന്നു, ജീവൻ വേണമെങ്കിൽ മര്യാദയ്ക്ക് വിട്ടോണം, മര്യാദയ്ക്കാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഓട്ടിക്കുന്നുണ്ട് സിദ്ധുവിനെ. അങ്ങനെ സിദ്ധു നിരാശപ്പെട്ട് നടക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. എന്ത് പറഞ്ഞാലും സിദ്ധുവിൻ്റെ വിഷമം അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കും കൂടി സങ്കടമാകും. കാത്തിരിക്കുക എപ്പിസോഡിനായിട്ട്.